ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ ജർമ്മൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് മുതൽ 1.5 മന്തിനുള്ളിൽ നമ്മൾ A1 ലെവൽ ജർമ്മൻ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ലാംഗ്വേജും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് അക്ഷരങ്ങൾ വെച്ച് തുടങ്ങാം. ആൽഫബറ്റ്സ്, ജർമ്മൻ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ജർമ്മൻ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കും, ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, അക്ഷരങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാനാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ജർമ്മൻ സംബന്ധിച്ചിടത്തോളം ലെറ്റേഴ്സ് എല്ലാം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി മാത്രം വേറെ ആയിരിക്കും. ലെറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പം ABCD തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ആ, ബേ, സേ, ഡേ, A, F, G, H, I, J, K, L, M, N, U, P, Q, R, S, T, O, V, W, X, Y, Z. ഇത്രയുമാണ് Z വരെയുള്ള ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജെയ്ക്ക് യോട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്, വൈക്ക് ഉപ്സിലോൺ വന്നു, ഇസഡിന് സെറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ 4 ലെറ്റേഴ്സ് വേറെ ഇവിടെ കാണുന്നുണ്ട്, A, O, U. അതുകൂടാതെ നമ്മുടെ മലയാളത്തിലെ ഭ എഴുതിയേക്കുന്നത് പോലെ ഒരു ലെറ്ററും ഉണ്ടാവും. ഈ എയുടെ എല്ലാം മേളിൽ 2 ഡോട്ട്സും ഉണ്ടാവും. ഈ ഡോട്ടിന് പറയുന്നതാണ് ഉംലൗത്ത്. എയുടെയും ഒയുടെയും മേളിലിട്ടിരിക്കുന്ന 2 ഡോട്ട്സാണ് ഉംലൗത്ത്. അത് ഒരു ലെറ്ററിൻ്റെ മേളിൽ 2 ഡോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ A ആണെങ്കിൽ A എന്നും, O ആണെങ്കിൽ O എന്നും, U ആണെങ്കിൽ U എന്നും, ഈ ഭ പോലെ ഇട്ടിരിക്കുന്നത് എസെറ്റ് ആയിട്ടുമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. 2 എസ് എഴുതുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും, വേർഡ്സിലൊക്കെ പ്രൊനൗൺസ് ചെയ്യത്തില്ലേ, അതാണ് ഈ എസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് കൂടാതെ നമ്മൾ പഠിക്കുന്ന 4 എക്സ്ട്രാ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇവിടെ മുതൽ നോട്ട്സ് എടുക്കാൻ തുടങ്ങുക. അതാകുമ്പോൾ ഞാൻ ഇനി മുന്നോട്ട് പറയുന്ന ഓരോ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിത് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് വാട്സാപ്പ് ഒരു ഗ്രൂപ്പ് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വഴിയാക്കിയിട്ട് പറയുന്നതായിരിക്കുമേ. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് എനിക്കറിയാം, ഞാൻ തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ജർമ്മൻ പഠിക്കാൻ പറ്റുമോ, ഓരോ ലെവൽ ബൈ ലെവൽ പഠിക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാവർക്കും അങ്ങനെ പഠിക്കാനായിട്ട്, മീൻസ് നമുക്കിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇത് ക്ലാസ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.